ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മാരുതി എർട്ടിഗയുടെ പോളിഷിംഗ് ആണ്. ഏകദേശം 10 വർഷമായ വാഹനമാണിത്. ഈ വണ്ടി ഇതിനു മുമ്പ് ഇതുവരെ പോളിഷ് ചെയ്തിട്ടില്ല. വണ്ടിയുടെ കളർ ഇപ്പോൾ യെല്ലോ ഷെയ്ഡായിട്ടുണ്ട്. അത് നമുക്ക് പോളിഷ് ചെയ്ത് മിനുക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ബട്ടൺ ഞെക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഏകദേശം 500 രൂപ ചിലവ് വരുന്ന സാധനങ്ങളാണ് പോളിഷിന് ഉപയോഗിക്കുന്നത്. വീട്ടിൽ തന്നെ ഇട്ടാണ് പോളിഷ് ചെയ്യുന്നത്. വാഹനത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്റ്റെയിൻ, ടാർ, ചെളി എന്നിവ കളയാൻ ബ്രഷും വാട്ടർ പേപ്പറും ഉപയോഗിക്കുന്നു. ബീഡിങ്ങിലെ ചെളിയൊക്കെ കളഞ്ഞ് വണ്ടി ഫുള്ളായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി 2000 വാട്ടർ പേപ്പർ ഉപയോഗിച്ച് ബോഡി മുഴുവൻ പേപ്പർ പിടിക്കുന്നു. പേപ്പർ ഇട്ട് പിടിച്ചാൽ ഇതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകൾ, ടാറ്, വണ്ടി വഴി ഓടുമ്പോൾ ഉണ്ടാകുന്ന ടാറുകൾ എല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്നു. അത് മുഴുവൻ എടുത്ത് കളയണമെങ്കിൽ വാട്ടർ പേപ്പർ ഇട്ട് പിടിച്ച് കളയണമെങ്കിൽ 1500, 2000, 3000 ആണ് ഉപയോഗിക്കുന്നത് സാധാരണയായി. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് മോട്ടോമാക്സിൻ്റെ UK ഡ്രൈവിംഗ് കോമ്പൗണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. മെഷീൻ നമ്മൾ അത്യാവശ്യം മെഷീൻ നനച്ചിട്ടാണ് പോളിഷ് ചെയ്യുന്നത്. മെഷീനിൽ പാട് നനയ്ക്കുകയാണ്, സ്പ്രേ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ 1 2 ഇട്ടിട്ട് ഈ കോമ്പൗണ്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നു.
വാഹനം ഫുൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞു. ഇനി വണ്ടി ഒന്ന് കഴുകിയെടുക്കാം. ഫൈബർ പാർട്സുകളിൽ തെറിച്ച റബ്ബിംഗ് കോമ്പൗണ്ട് പോകുവാനായി പെട്രോൾ ഉപയോഗിച്ച് തുടയ്ക്കാം. ഇനി നമുക്ക് വാക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 3M ലിക്വിഡ് വാക്സ് ആണ് ഉപയോഗിക്കുന്നത്. കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ചാണ് വാക്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത വാക്സ് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മൈക്രോ ഫൈബർ ക്ലോത്തോ നല്ല കോട്ടൺ വേസ്റ്റോ ഉപയോഗിച്ച് ബോഡി ഫുൾ തുടച്ചെടുക്കുന്നു. നമുക്ക് ഇതിന് ഏകദേശം 500 രൂപയെ മുടക്ക് വന്നിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്